ഡ്യൂൺ പാർട്ട് 3യുടെ ട്രെയിലർ ഇന്നലെ രാത്രി റിലീസ് ചെയ്തിരുന്നു ആൻഡ് ലുക്ക് സോ ഗുഡ്. ഒരു എപ്പിക് കൺക്ലൂഷനാണ്. ഒരു ട്രിലോളജിയിലെ അവസാനത്തെ പടം, മൂന്നാമത്തെ പടം. ഇതോടെ മൂപ്പര് ഈ ഒരു പരിപാടി നിർത്തുകയാണ്. പക്ഷേ ഡ്യൂണിൻ്റെ ആ ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഫ്രാഞ്ചൈസി ഇതോടെ തീരുന്നില്ല. ഇത് കഴിഞ്ഞിട്ടും സിനിമകളും സീരീസുകളും ഇതിൻ്റെ പ്രീക്വലൊക്കെ ഓൾറെഡി ഇപ്പോൾ നമുക്കുണ്ട്. പക്ഷേ ഡെന്നിസ് വില്ലിയമിനോടെ ആ ഒരു ഐക്കോണിക് സാധനം അതിവിടെ തീരും. സോ ഒരു പ്രോപ്പർ കൺക്ലൂഷൻ ഫോർ ദി സ്റ്റോറി ലൈൻ ഓഫ് പോൾ അട്രഡീസ്. അതായിരിക്കും നമ്മൾ മെയിനായിട്ട് ഇതിൽ കാണാൻ പോകുക. റൈസ് ആൻഡ് ഫോൾ ഓഫ് പോൾ അട്രഡീസ്. സോ കഴിഞ്ഞ 2 പടങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഇതിൻ്റെ എലിവേഷൻ എങ്ങോട്ടാണെന്നുള്ളത്. ഇത് ആക്ച്വലി കഴിഞ്ഞ 2 പടവും ഡ്യൂൺ എന്ന ഫസ്റ്റ് ബുക്കിന് ബേസ് ചെയ്തിട്ടായിരുന്നു, ഫ്രാങ്ക് ഹെർബർട്ടിൻ്റെ. ഈ സെക്കൻഡ് പടം അല്ലെങ്കിൽ ഈ പറയുന്ന തേർഡ് പടം സെക്കൻഡ് ബുക്കിന് ബേസ് ചെയ്തിട്ടായിരിക്കും. ഡ്യൂൺ മിസ്സയ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, അതിന് ബേസ് ചെയ്തിട്ടായിരിക്കും ഈ പടം ഫുള്ളായിട്ട്. ആ ഒരു ബുക്ക് ഫുള്ളായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നതാണ് കേട്ടിട്ടുള്ളത്. മറ്റേത് ഫസ്റ്റ് ബുക്കിൻ്റെ ഒരു ഫുൾ ബുക്ക് 2 പാർട്ടായിട്ടായിരുന്നു നമ്മൾ കണ്ടതെങ്കിൽ ഈ തേർഡ് വൺ ഈ ഫുൾ ഡ്യൂൺ മിസ്സയ. ഇത് കഴിഞ്ഞ് വേറൊരു ബുക്കുണ്ട്, ഡ്യൂൺ ചിൽഡ്രൻ ഓഫ് ഡ്യൂൺ എന്ന് പറഞ്ഞ്. അത് ആക്ച്വലി ഈ പോൾ അട്രഡേഴ്സിൻ്റെ 2 മക്കളുണ്ട്, അവരെ ബേസ് ചെയ്തിട്ടാണ്. അത് നമുക്കിതിൽ കാണാൻ പറ്റില്ല, അതുവരേക്കും ഇത് പോകുമെന്നും അറിയില്ല. അതൊക്കെ സിനിമ കാണുമ്പോൾ നമുക്ക് അറിയുള്ളൂ. ആൻഡ് ഈ സിനിമയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈൻ ആയിരിക്കില്ല. അതുകൊണ്ട് ഇതിന് സ്പോയിലറായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ടല്ലോ, അതല്ല ഈ ഓവറോൾ ഈ ഒരു ഫ്രാഞ്ചൈസിന് തന്നെ അല്ലെങ്കിൽ ഫ്രാങ്ക് ഹെർബർട്ട് ചെയ്തിട്ടുള്ള ഈ ഡ്യൂൺ നോവൽസിന് തന്നെ മെയിൻ കോർ തീം തന്നെ ഇമ്പീരിയലിസമാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു ഫ്യൂഡൽ സിസ്റ്റമാണ്. സോ അതിലേക്ക് ഇതുപോലെ ഒരു സാധാരണക്കാരൻ വന്ന് പെട്ടാൽ എന്തായിരിക്കും, ആളെ എങ്ങനെയായിരിക്കും അത് മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞതിൻ്റെ സെക്കൻഡ് പടത്തിൻ്റെ അവസാനം നമ്മൾ കണ്ടു. ഈ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ട്രാൻസ്ഫോം ആയി പോകുന്നത് എന്നുള്ളത്. അതിൻ്റെ ആഫ്റ്റർ മാറ്റ്സ് ആയിരിക്കും നമ്മൾ ഈ തേർഡ് പാർട്ടി കാണാം. സോ ഈ ഫ്രിമൻ അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ മുഴുവൻ ഒരു അടുത്തൊരു മിസ്സയ്യ, അവർ രക്ഷിക്കാൻ വരുന്ന ഒരാൾ എന്ന രീതിയിൽ കണ്ടുവച്ചിട്ടുള്ള ഒരാൾ എന്താവും, അവർ ശരിക്കും രക്ഷിക്കുകയോ അത് നേരെ ഓപ്പോസിറ്റ് ആവുമോ എന്നുള്ളതായിരിക്കും നമ്മൾ കൂടുതലായിട്ടും ഈ തേർഡ് പാർട്ടി കംപ്ലീറ്റ് ആയിട്ട് കാണാം. സോ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു പ്രോപ്പർ കംപ്ലീഷൻ, ടിമോത്തി ശാലമ അവതരിപ്പിക്കുന്ന ഈ പോൾ അട്രഡീസ് എന്ന ക്യാരക്ടറിൻ്റെ ഒരു പ്രോപ്പർ സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ ഒരു ആർക്ക് കംപ്ലീറ്റ് ആവുന്നത് ഒരുപക്ഷെ ഈ പടത്തിലായിരിക്കും, കൂടെ ബാക്കിയുള്ള എല്ലാവരും. ആൻഡ് ടിമോത്തി ശാലമയ്ക്ക് ഈ റീസണിൽ നമുക്കറിയാം ഓസ്കാർ ഡിനേ ആയത് നമ്മുടെ മാർട്ടി സുപ്രീം എന്ന് പറഞ്ഞ കിടിലം പടത്തിന് അതിൽ ഡിനേ ആയ സാധനം മുപ്പര് ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. കാരണം ഈ ഒരു ക്യാരക്ടറിൽ തന്നെ പല ഷെയ്ഡ്സ് നമ്മൾ മറ്റേലൊരു കമ്മിങ് ഓഫ് ഏജ് പോലെ ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റ് മാത്രമേ നമ്മൾ കഴിഞ്ഞ 2 പടത്തിൽ കണ്ടിട്ടുള്ളെങ്കിൽ ഇതിൽ അങ്ങനെയല്ല. ഈ ട്രെയിലറിൽ തന്നെ നമ്മളൊരു അറൗണ്ട് ഇപ്പോൾ ആ ഒരു ഫ്ലാഷ് ബാക്കിൽ കൂടെ അവർ പഴയ കാലം അത് കഴിഞ്ഞിട്ട് ഇപ്പോഴുള്ളതും ദെൻ ആ ഒരു ഷേവൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു സെറ്റപ്പും ഇതിൻ്റെ ഒരു ചാൻഡിങ് ഉണ്ടല്ലോ, ഒരു വാർ ചാൻഡിങ്, അത് നമുക്കിതിൽ ഈ ഒരു ട്രെയിലർ തന്നെ നമുക്ക് കേൾക്കാം. അവസാന പോർഷനൊക്കെ എത്തുന്ന സമയത്ത് മൂപ്പരിങ്ങനെ ആളുടെ സോൾജേഴ്സിനെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരുന്നൊരു സംഭവം അത് പൊളിയായിട്ടുണ്ടായിരുന്നു. സോ ടിമോത്തി ശാലമയുടെ ഒരു പീക്ക് പെർഫോമൻസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഈ പടത്തിൽ വലിയ ചേഞ്ച് ഉള്ളത് നമ്മുടെ ഗ്രെഗ് ഫിഷർ അല്ല ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ. മൂപ്പരുടെ ഫസ്റ്റ് 2 പടങ്ങളിലും ആ ഒരു സിനിമ ഈ ഡ്യൂണിൻ്റെ ഒരു പ്രോപ്പർ കോർ നമുക്ക് സ്ക്രീനിലേക്ക് എത്തിച്ച് മൂപ്പരായിരുന്നു. പക്ഷേ മൂപ്പര് നമ്മുടെ സാം മെൻഡിസ് ബീറ്റിൽസ് ഇല്ലേ, അവരുടെ ഒരു ബയോപിക് ഒന്ന് ചെയ്യുന്നുണ്ട്, ഒരു ലൈവ് ആക്ഷൻ ബയോപിക് പോലെ അറൗണ്ട് ഒരു 4 പടം എന്തോ കണ്ടിന്യൂസ് ആയിട്ടൊരു 4 പടത്തിൻ്റെ ഒരു ഫിലിം ഫ്രാഞ്ചൈസ് എന്തോ ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. സാം മെൻഡിസിൻ്റെ ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടി മൂപ്പര് പോയത് കൊണ്ട് ഡേറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് മൂപ്പര് ഈ പടത്തിൻ്റെ സിനിമാറ്റോഗ്രാഫർ അല്ലാത്തത്. ആൻഡ് ഈ പടത്തിൽ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ബാബിലോണൊക്കെ ചെയ്തിട്ടുള്ള ചങ്ങായിയാണ്. ആൻഡ് മൂപ്പര് ആ ഒരു ചേഞ്ച് എങ്ങനെ ഉണ്ടാവും നമുക്ക് എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. ആൻഡ് ഹാൻസ് സിമറിൻ്റെ ഒരു മാറ്റമില്ല, ആ ചങ്ങായി അവിടെ തന്നെ ഉണ്ട്, അതുകൊണ്ട് ആ ഒരു പേടിയില്ല. ആൻഡ് ഹാൻസ് സിമറിൻ്റെ ആ ഒരു മാജിക്കിനെ പറ്റി കൂടുതൽ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഒട്ടുമിക്ക എല്ലാ ഐക്കോണിക് ഇതുപോലെ എപ്പിക് സാധനങ്ങളിലും മൂപ്പരുടെ കൈയുണ്ട്. നമ്മളിപ്പോൾ F1 കണ്ടു, ഡ്യൂൺ ഫ്രാഞ്ചൈസിൽ മുഴുവനും കണ്ടു, ബാറ്റ്മാനും സൂപ്പർമാനും ഒക്കെ ഇങ്ങനെ ഐക്കോണിക്കായിട്ട് നിർത്തുന്നുള്ള മെയിൻ കാരണങ്ങളിലൊന്ന് ഹാൻസ് സിമറാണ്. സോ ഹാൻസ് സിമർ ഇത് തേർഡ് പടത്തിൽ പൊളിച്ചടിക്കുന്നുണ്ടാവും തന്നെയാണ് പ്രതീക്ഷ. അത് ട്രെയിലറിൽ തന്നെ എവിഡൻ്റ് ആണ്. കുറേ സീക്വൻസുകളും പിന്നെ ഇതിൽ മൈന്യൂട്ടായിട്ടുള്ള കുറേ സൗണ്ട് ഡിസൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് 2ാമത്തെ പടത്തിലൊക്കെ ആ ഒരു ഹെലികോപ്റ്ററിനെ ബ്ലേഡ് അടിക്കുന്നതും അങ്ങനത്തെ കുറേ മറ്റേ ആ വേം വരുമ്പോഴുള്ള ആ ഒരു സൗണ്ടും ഈ ഡ്യൂണിന് വേണ്ടി തന്നെ ഈ സൗണ്ട് ഡിസൈനിൻ്റെ ആൾക്കാർ ഉണ്ടാക്കിയിട്ടുള്ള കുറേ ഇതുവരെ ഇല്ലാത്ത കുറേ സൗണ്ട് ഇഫക്ട്സ് ഒക്കെ അതൊക്കെ നമ്മൾ കണ്ടത് ഈ ഫ്രാഞ്ചൈസിലാണ്. അതേപോലത്തെ ഇനിയും പുതിയ കാര്യങ്ങൾ ഇതിൽ ആക്ച്വലി തേർഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു ലോർ കുറേ കൂടെ എക്സ്പാൻഡ് ആയിപ്പോൾ നമ്മൾ ഇതുവരെ കാണാത്ത കുറേ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ റോബർട്ട് പാറ്റിൻസൺ വരുന്നുണ്ട് ഇതിൽ. മൂപ്പരുടെ ഒരു മാതിരി ഈ ഒരു ഷേപ്പ് ഷിഫ്റ്റർ ക്യാരക്ടറാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ നമ്മൾ ഈ ഒരു ഫ്രാഞ്ചൈസി ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനത്തെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന കുറേ സാധനങ്ങളുണ്ട് ഈ ഒരു തേർഡ് പാർട്ടിൽ. സോ ഇതിൻ്റെ ലോർ കുറേ കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ഇലാബറേറ്റ്
ചെയ്തിട്ടാണ് മൂപ്പര് ഈ പടം നിർത്തിയിട്ട് പോകുന്നത് എന്നതാണ് ഒരു നിരാശയായിട്ടുള്ളത്. മൂപ്പര് ഇനിയും ചെയ്യണം തന്നെയാണ്. പക്ഷേ അറിയില്ല, മൂപ്പര് പറഞ്ഞിട്ടുള്ളത് അവസാനത്തെ പടം എന്നുള്ളത്, മൂപ്പരുടെ അവസാനത്തെ പടം എന്നുള്ളതാണ് ഡെന്നിസ് ഒലിവയുടെ. ദെൻ ഈ റോബർട്ട് പാറ്റിൻസനെ പോലെ തന്നെ നമ്മുടെ ആനിയ ടൈലർ ജോയ് ഇതിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. അതൊക്കെ പുതിയ പുതിയ കാസ്റ്റാണ്. മറ്റേത് നമുക്ക് ഓൾറെഡി അറിയാം, ഫ്ലോറൻസ് പൂവും ടിമോത്തി ശാലമയും സെൻഡയും ദെൻ ജാവിയർ ബോർഡും ഒക്കെ നമുക്ക് ഓൾറെഡി റിക്കറിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അവരൊക്കെ കഴിഞ്ഞ പാർട്ടിലുണ്ട്, ഇതിലും റിട്ടേൺ ആവുന്നുണ്ടെന്ന് നമുക്കറിയാം. ദെൻ ഇതിൽ എക്സ്ട്രാ ഉള്ളത് ഈ പറഞ്ഞ പോലെ ആനിയ ടൈലർ ജോയ് ആക്ച്വലി ആൻവിയോ അല്ല അലിയ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. നമ്മുടെ ഈ ടിമോത്തിയുടെ പോൾ എട്രഡിസ് എന്നൊരു ക്യാരക്ടറിൻ്റെ സിസ്റ്ററാണ്. ആക്ച്വലി ഇത് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ചെറിയൊരു ഗ്ലിംസ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാരക്ടറിൻ്റെ. പക്ഷേ ഫുൾ ഫ്ലെഡ്ജഡായിട്ട് ഈ ഇതിൽ വലിയൊരു ക്യാരക്ടറായിട്ട് തന്നെ ഒരു വലിയ സ്ക്രീൻ സ്പേസ് ഉള്ളൊരു ക്യാരക്ടറാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരിക്കും ആനിയ ടൈലർ ജോയുടെ ക്യാരക്ടർ. സോ ഇതൊക്കെയാണ് പുതിയ ഇൻട്രൊഡക്ഷൻ. ദെൻ നമ്മുടെ ജെയ്സൺ മെമോയുടെ ക്യാരക്ടർ, അത് കുറച്ച് സർപ്രൈസിങ് ആയിരുന്നു. കാരണം ഇതിൽ ഈ ഒരു ക്യാരക്ടർ റിട്ടേണിങ് ആയി വരുന്നുണ്ട്. അത് പോൾ എട്രഡിസ് ആയിട്ട് ഫേസ് ഓഫ് ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് ഓൾറെഡി അറിയാം, കഴിഞ്ഞ ചാപ്റ്ററിൽ അല്ലെങ്കിൽ കഴിഞ്ഞ സെക്കൻഡ് പാർട്ടിൽ ഈ ഒരു ക്യാരക്ടറിന് എന്ത് പറ്റിയെന്ന് ഞാൻ സ്പോയിലർ അത് കണ്ടിട്ടില്ലാത്തവർക്കൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ഒരുമാതിരി ക്ലോൺ പോലെ ആയിരിക്കും ഇപ്പോൾ ആക്ട് ചെയ്യുക. അങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ റിട്ടേൺ ആക്കി കൊണ്ടുവന്നിട്ടുള്ളത്. സോ അങ്ങനത്തെ കുറേ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇലബറേറ്റ്, ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ലോറിനെ കുറച്ചും കൂടി വലുതാക്കുന്ന ഒരു സിനിമ കൂടിയായിരിക്കും ഈ തേർഡ് പാർട്ട്. ഇതുവരെ പറയാത്ത കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ആൻഡ് അപ്പാർട്ട് ഫ്രം എവറിത്തിങ് ഇതിൽ കുറേ ബാറ്റിൽ സീക്വൻസുകളും വാർ സീക്വൻസുകളൊക്കെ തന്നെ നമുക്ക് പ്രോമിസ് ചെയ്യുന്നുണ്ട് എന്നുകൂടി ഇതിൻ്റെ ഒരു ട്രെയിലർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. റബേക്ക ഫെർഗൂസൺ പറയുന്ന ആ ഒരു ഡയലോഗാണ്, എൻ്റെ അച്ഛൻ ഈ വാർ തന്നെ തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് തന്നെ പൊളിയാണ്. ആൻഡ് ഓൾറെഡി നമുക്കറിയാം, ഈ ഒരു ഡ്യൂണിൻ്റെ 3 പടങ്ങൾ മാത്രമല്ല, ഇതിന് ഡ്യൂൺ പ്രൊഫസി എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് തന്നെ HBO റൺ ആവുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് സീസൺ കഴിഞ്ഞു, സെക്കൻഡ് സീസൺ ഈ കൊല്ലം ഇറങ്ങുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. എൻ്റെ ഓർമ്മയിലാണ്, ശരിയാണ്. ആൻഡ് അത് ആക്ച്വലി ഈ ബെനറ്റ് ജസ്ര എന്ന് പറയുന്ന നമ്മൾ ഇതിൽ കാണുന്ന ഒരു ബേക്കയുടെ കൂടെയുള്ള ആ ഒരു ഗ്രൂപ്പ്, അവരുടെ കഥയാണ് അതിൽ കാണിച്ചത്. ആക്ച്വലി അതൊരു 1000 വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന കഥയാണ്. ഈ സിനിമയിലെ കഥകളുമായിട്ട് ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല. പക്ഷേ അവിടെ ഇവിടെ ആയിട്ട് കുറേ ഈസ്റ്റർ എഗ്സും കുറേ റെഫറൻസുകളൊക്കെ ഒരു പക്ഷേ അതിലുണ്ടാവും. ഞാൻ കണ്ടിട്ടില്ല, അതൊന്ന് കണ്ടു നോക്കണം ഇത് ഇറങ്ങുന്നതിന് മുമ്പ്. ആൻഡ് ഈ പടം ഇറങ്ങുന്നത് 2026 ഡിസംബർ, അതായത് ഇക്കൊല്ലം ഡിസംബർ 18 അവസാനം നമ്മുടെ ഒരു ക്രിസ്മസ് റിലീസ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇറക്കുന്നത്. ആൻഡ് എനിക്ക് ഈ ഒരു ഫ്രാഞ്ചൈസിന് മുഴുവനായിട്ട് ഇതൊരു കൺക്ലൂഷൻ എന്ന രീതിയിൽ ആവുമ്പോൾ എനിക്ക് പറയാനുള്ള മെയിൻ കാര്യങ്ങൾ വന്ന് ഡെന്നിസ് വെലൂവിനെ എങ്ങനെ ഈ ഒരു ഫ്രാഞ്ചൈസിനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. ഇതൊരു വലിയ ഫ്രാഞ്ചൈസാണ്, കുറേ പേര് എടുക്കാൻ മടിച്ച് പേടിച്ച് നിന്ന സാധനം. പണ്ട് മാത്രമാണ് ഒരു റീമേക്ക് വന്നിട്ടുള്ളത്. ഇത് 70 അല്ലെങ്കിൽ 70s ഇറങ്ങിയൊരു നോവലാണ്. അപ്പോൾ അത്രയും കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ ഒരു പ്രോപ്പർ ഒരു അഡാപ്റ്റേഷൻ നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഡെന്നിസ് വെലൂവിനെ ഈ ഒരു സാധനം കൈകാര്യം ചെയ്തിട്ടുള്ള വിവിധം, അതുപോലെ ഒരു 5-6 കൊല്ലം കൊണ്ട് ഒരു ട്രിലോജി കംപ്ലീറ്റ് ചെയ്തു. 3 പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് തീർത്ത്. ഇപ്പോൾ ഈ നമ്മുടെ അവതാരം എടുത്ത് വയ്ക്കണല്ലോ ക്യാമറോൺ, എനിക്ക് ആ ചങ്ങായി 2010 തുടങ്ങിയതാണ്. ഇതുവരെ മൂപ്പർക്ക് ആ ഒരു 3 പടങ്ങളാണ് ഇപ്പോൾ ഇറക്കിയത്. നമുക്ക് പിന്നെ കണ്ട് നമ്മളൊരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് എത്തി. ഒരു പ്രോപ്പർ ഒരു ഫ്ലോ ഇല്ല, ഒരു പോക്കിൽ ഇത് എങ്ങോട്ടാണെന്നൊരു ഐഡിയ തന്നെ ഇല്ല. മൂപ്പര് ഇങ്ങനെ പടങ്ങൾ തന്നെ ഇറക്കുന്നുണ്ട്. ഞാൻ മൂപ്പര് അതിൽ സ്റ്റക്കാണ്. മൂപ്പര് അവതാരം ഇറക്കുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷേ ഹീ സ്റ്റക്ക് ഓൺ ദിസ് അവതാർ. എത്ര വർഷമായിട്ട് ഇപ്പോൾ അറൗണ്ട് ഒരു 2010 തുടങ്ങി നോക്ക്, ഇപ്പോൾ 2026 16 കൊല്ലമായിട്ട് വെറും 3 പടങ്ങളാണ് മൂപ്പര് ചെയ്ത്. അതേസമയം 6 കൊല്ലം കൊണ്ട് ഡെന്നിസ് വെലൂവിനെ ഇവർ ട്രയോളജി കംപ്ലീറ്റ് ചെയ്ത് ഇനി അടുത്തേക്ക് മൂപ്പർക്ക് പോകാൻ പറ്റും. ഹി ഷുഡ് മൂവ് ഓൺ. അതേപോലെ തന്നെ ക്യാമറോൺ ഷുഡ് മൂവ് ഓൺ ഫ്രം അവതാർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി വേറെ ആരെങ്കിലും എടുത്ത് വന്ന് ചെയ്തോട്ടെ. അതേപോലെ മൂപ്പർ ഇതുപോലെയാണ് നിർത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ മൂപ്പർക്ക് അടുത്ത കിടിലിന് ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. മൂപ്പരുടെ ഫിലിമോഗ്രഫി എല്ലാം പൊളിയാണ്. ഇതെടുത്തപ്പോൾ ഞാൻ വിചാരിച്ചത് ക്യാമറോണെ പോലെ മൂപ്പരും സ്റ്റക്കായി പോകുമെന്നുള്ളതാണ്. പക്ഷേ ഒരു ട്രെയിലറിൽ ഇതൊരു എപ്പിക് കൺക്ലൂഷൻ ആണെന്ന് കണ്ടപ്പോൾ തന്നെ ഒരു സമാധാനം. കാരണം ഈ ഒരു ക്യാരക്ടർ ആർക്ക് തീർത്തു, മൂപ്പരുടെ ഒരു പടങ്ങൾ നിർത്തി. ഇനി ഒരു പക്ഷേ വേറെ ആരെങ്കിലും വന്ന് ഇത് ഡയറക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇതിൻ്റെ സീക്വലോ ഈ ചിൽഡ്രൻ ഓഫ് ഡ്യൂണൊക്കെ ചിലപ്പോൾ ഒരു TV സീരീസ് ആയിട്ടോ ഒക്കെ ചിലപ്പോൾ വരുന്നുണ്ടാവാം. നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഒരു പ്രോപ്പർ കൺക്ലൂഷൻ, ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം സെക്കൻഡ് പാർട്ട് ഐമാക്സിൽ കാണാൻ പൊളിയായിരുന്നു. ഫസ്റ്റ് ഷോ ആണ് ഞാൻ ഐമാക്സിൽ കണ്ടത്. കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ഐമാക്സിൽ തന്നെ കാണണം. കാരണം ഇത് ഐമാക്സിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള പടമാണ്, ഫിലിം ഫോർ ഐമാക്സ്. അതുകൊണ്ട് തന്നെ ഇത് നല്ല ഒരു നമ്മൾ നോർമൽ തിയേറ്ററിൽ കാണുന്ന എക്സ്പീരിയൻസ് അല്ല. ഇങ്ങനത്തെ ഐമാക്സിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമകൾ ഐമാക്സിൽ കാണുമ്പോൾ അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയാൻ കാരണം. സോ ഈ പടം ഇത് കഴിഞ്ഞ് ഇനി കിട്ടില്ല. നമുക്ക് അവസാനത്തെ പടമാണ് ഡ്യൂണിലെ. ആ സാധനം ഒരു ഗ്രാൻഡ് സ്കെയിലിൽ തന്നെ ആ ഒരു എപ്പിക് ഫീൽ നമുക്ക് കിട്ടണമെങ്കിൽ ഐമാക്സിൽ തന്നെ കണ്ടു നോക്കുക. സോ ഞാൻ ഭയങ്കരമായിട്ട് ആൻറ്റിസിപ്പേറ്റഡ് ആണ് ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ. എന്താണ് ഇതിൻ്റെ ട്രെയിലർ പറ്റുള്ളൂ, നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.